നമുക്ക് കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. 100 മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ്. അതുപോലെ തന്നെ മാത്സിന് 20 മാർക്ക്, കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്. 40, 20, 60, 60, 20, 80 മാർക്കിന് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. പിന്നെ 10 മാർക്കേ ഉള്ളൂ സയൻസിന്. അത് വിചാരിച്ച് സയൻസ് വേണ്ടെന്നല്ല, സയൻസിന് 10 മാർക്കേ ഉള്ളൂ, പൊതുജനാരോഗ്യത്തിന് 10 മാർക്ക്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പൊതുവിജ്ഞാനവും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമില്ല, നമ്മൾ സിലബസ് മനസ്സിലാക്കി പഠിക്കണം. പൊതുവിജ്ഞാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലാണ് എക്സാമിനുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യസമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്നിവ 5 മാർക്ക്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ എന്നിവ 5 മാർക്കിന്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നിവ 5 മാർക്ക്. ഇന്ത്യൻ ജിയോഗ്രഫിക്ക് 5 മാർക്ക്. കേരള ജിയോഗ്രഫിയാണ് അടുത്തത്. കേരളം, ഭൂമിശാസ്ത്ര അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവ്. അതിന് 10 മാർക്കാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക് എന്നിവയാണ് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടത്. ഇനി ആനുകാലിക വിഷയങ്ങളാണ്. ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ്. പിന്നെ സയൻസിൽ ജീവശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഭൗതികശാസ്ത്രം രസതന്ത്രം, അതിന് 5 മാർക്കാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇതാണ് സയൻസ് ഭാഗം. ഇനി പൊതുജനാരോഗ്യമാണ് 10 മാർക്ക്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതും നമ്മുടെ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സാംക്രമിക രോഗങ്ങളും കാര്യങ്ങളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും പിന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ അതിൽ തന്നെയാണ് വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് അടുത്തത് സയൻസ് ബാച്ചും സയൻസും പൊതുവിജ്ഞാനവുമായിട്ട് ഇത്രയാണ് വരുന്നത്. അതിൽ കറണ്ട് അഫയേഴ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ സയൻസാണ്. പിന്നെ നമുക്കറിയാം 40 മാർക്കും നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ തന്നെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് പൊതുവിജ്ഞാനം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് മാത്സിൻ്റെ നോക്കുകയാണെങ്കിൽ മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഖ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, മാനസിക ശേഷി നിരീക്ഷണപാഠ പരിശോധനയിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇത്രയാണ് മാത്സിൻ്റെ ഭാഗത്ത്. മാത്സിൽ 20 മാർക്കാണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്. മാത്സ് 20 മാർക്കാണ്. അതുപോലെ തന്നെ പൊതുവിജ്ഞാനം അത് 20 മാർക്കാണ്. നമ്മൾ മൂന്നും നന്നായി ശ്രദ്ധിക്കണം, എന്നാലും നമുക്ക് LGSനെ നന്നായി സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതാണ് പറയാനുള്ളത്. നമ്മളെന്ത് ചെയ്യണം? പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ ഈ LGSൻ്റെ PDF പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക? അത് സൂക്ഷിക്കണം, കയ്യിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളത് ടിക്ക് ചെയ്ത് നന്നാക്കി പോകുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു പേജിലേക്ക് A4 പേപ്പറിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഓരോ ദിവസവും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ടിക്ക് ചെയ്തിട്ട് വൃത്തിക്ക് പഠിച്ചു പോവുക. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു റിവിഷനായിട്ടും ഈ തുടക്കക്കാർക്ക് ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നല്ലൊരു ഫയറായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്യുക. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് ടിക്ക് ചെയ്തുകൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ PSC Capsule ലേണിംഗ് വിത്ത് മീ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സിലബസിനനുസരിച്ചുള്ള ഓരോ വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.